ഡോക്ടർ ഷിജു ഖാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവരാണ്, അഭിമാനം കൊള്ളുന്നവരാണ്. ഇപ്പോഴും കേരളം വിദ്യാഭ്യാസ രംഗത്തേറെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നതിൽ തർക്കമില്ല. അതേ സമയം തന്നെ നമ്മുടെ സർവകലാശാലകളിൽ കുട്ടികളുടെ കുറവുണ്ടാകുന്നു. പല എഞ്ചിനീയറിംഗ് കോളേജുകളും അടക്കം അടച്ചുപൂട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ ജോർജ് സാർ സൂചിപ്പിച്ച കാര്യം, ഇപ്പോൾ ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ പഠിച്ചാണ് ഈ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത് എങ്കിൽ പോലും എനിക്ക് ആ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തെയോ ഒന്നും സംബന്ധിച്ച് കൃത്യമായി അറിയില്ല. അവിടെയാണല്ലോ ജോർജ് സാർ പറഞ്ഞത്, ഒപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും പ്രസക്തമാകുന്നത്. ഒരു പക്ഷേ ഇത്തരം സർവകലാശാലകൾ കടന്നു വരുമ്പോൾ നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടേതായ സർവകലാശാലകൾ എനിക്കടക്കം തൊഴിൽ നൽകുന്ന തരത്തിലേക്ക് വളർത്തുന്ന അല്ലെങ്കിൽ ഒരു ജനറേഷന് കൃത്യമായി വാർത്തെടുത്തിട്ടുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ അത് അവതാളത്തിലാകാൻ സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞ് വെച്ച ശ്രീ AV ജോർജ് സാറ് വളരെ കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വം തന്നെയാണ് ഈ ചർച്ചയിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ തിരുത്തുകയാണ്. പക്ഷേ അദ്ദേഹം യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ്. കണക്കുകൾ പരിശോധിക്കാതെ, ആഗോള റാങ്കിങ്ങും NIRF അടക്കമുള്ള കണക്കുകൾ പരിശോധിക്കാതെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഒരു സംസ്ഥാനത്തെയും വിദ്യാഭ്യാസത്തെയും സർവകലാശാലകളെയും തള്ളിപ്പറയുകയാണ്. എന്താ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കണക്കുകൾ വെച്ച് സംസാരിക്കാം. പ്രതിവർഷം 6000 കോടി രൂപയാണ് വിദ്യാഭ്യാസ രംഗത്തെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളം ചെലവഴിക്കുന്നത്. അതുകൊണ്ടാണ് കേരള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികൾ NAC അക്രഡിറ്റേഷനിൽ A++ യോഗ്യതയാണ് നേടിയത്. A++ യോഗ്യത. കാലിക്കറ്റ്, കൊച്ചി സർവകലാശാലകൾ A+ യോഗ്യതകൾ നേടി. NIRF റാങ്കിങ്ങിൽ 3 സർവകലാശാലകൾ ദേശീയ വിദ്യാഭ്യാസ ഫ്രെയിംവർക്ക് NIRF റാങ്കിങ്ങിൽ കേരളത്തിലെ 3 സർവകലാശാലകൾ, കേരള യൂണിവേഴ്സിറ്റി 3-ാം സ്ഥാനം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10-ാം സ്ഥാനം, അങ്ങയെ പഠിപ്പിച്ച അവതാരകനായ അങ്ങ് തന്നെ ഓർമ്മിച്ച MG യൂണിവേഴ്സിറ്റി 11-ാം സ്ഥാനം കരസ്ഥമാക്കി. ഗ്ലോബൽ റാങ്കിങ്ങിൽ പരിശോധിച്ചാൽ ഏഷ്യയിൽ 88-ാം സ്ഥാനം കേരളത്തിലെ സർവകലാശാലകൾ കരസ്ഥമാക്കി. ഈ ഉന്നത വിദ്യാഭ്യാസ മികവ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ ഭരണ നൈപുണ്യത്തിന്റെ കൃത്യമായ ഫലമാണ്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ഒന്നാമത്. രണ്ട് ദയവ് കേൾക്കൂ. അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മറുപടി പറയണമല്ലോ. ഇവിടെ നിന്ന് പുറത്തേക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കുട്ടികളൊക്കെ പോവുകയാണ്. ഹയർ എഡ്യൂക്കേഷന് കുട്ടികൾ പോവുകയാണ്. ഇത് ജോർജ് സാറ് മാത്രമല്ല, കേരളത്തിലെ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 15 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാ വിദേശത്തേക്ക്? ചിലപ്പോൾ ഉയർന്ന സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ പോകും, അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പോകും, അതല്ലെങ്കിൽ അവിടെ തൊഴിലും ഗവേഷണവും ബന്ധിപ്പിക്കുന്ന ചില യൂണിവേഴ്സിറ്റികളിലേക്ക് അവർ പോകും. യാത്രാ ചെലവുകൾ കുറഞ്ഞിരിക്കുന്നു, പഴയ കാലഘട്ടമല്ല. ഭൂഖണ്ഡാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് അവരൊക്കെ പോകും. അതെല്ലാം നമ്മുടെ സർവകലാശാലകളുടെ അധപ്പതനമാണ് എന്നൊക്കെ സമർത്ഥിക്കാൻ സാമാന്യ ബുദ്ധി പോരാ. ഞാൻ ചോദിക്കട്ടെ, അവതാരകനായ അങ്ങയ്ക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കും ഒരു പോസ്റ്റ് ഡോക്ടറൽ കോഴ്സിന് വേണ്ടി യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് സെലക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ആ സെലക്ഷൻ സ്കോളർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ, മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എനിക്ക് പോകാൻ ഇഷ്ടമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങയ്ക്കും എനിക്കും താല്പര്യം ഉണ്ടാകുന്നത്? നമ്മുടെ സർവകലാശാലകൾ നമുക്കൊരു അടിത്തറ തന്നു, നമുക്ക് ബേസ് തന്നു. നിങ്ങളുടെ ഈ അടിത്തറയും അതിന്റെ ഭാഗമായി നമ്മൾ കെട്ടിപ്പൊക്കിയ കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്പിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവിടെ പോകുമ്പോൾ നമ്മുടെ മെറിറ്റ് അവിടെ അംഗീകരിക്കപ്പെടും. അവിടുത്തെ അത് ഓക്സ്ഫോർഡ് ആകട്ടെ, കേംബ്രിഡ്ജ് ആകട്ടെ, മറ്റ് വിദേശ സർവകലാശാലകട്ടെ, അവിടെ അംഗീകരിക്കപ്പെടും. അത് നമ്മുടെ സർവകലാശാലയുടെയും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും മെറിറ്റാണ്. തീർച്ചയായും അത് ഞാൻ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് പറയുന്നതും അതല്ലേ ഇവിടെ ASFന്റെ നേതാവും പറഞ്ഞത്. അല്ല, ഈ ചർച്ചയിൽ ഉയർത്തുന്ന പ്രധാന തെറ്റിദ്ധാരണ എന്താ? പ്രധാന തെറ്റിദ്ധാരണ, സ്വാശ്രയ വിഷയത്തിൽ ഞങ്ങളൊരു നിലപാടെടുത്തു, ഞങ്ങൾ ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കീഴ്മേൽ മറിഞ്ഞു എന്നാ. എന്താ സ്വാശ്രയ മേഖലയിൽ ഇവിടെ ഉണ്ടായത്? UDFന്റെ കാലത്ത് ഒരു നിയന്ത്രണവും ഇല്ല, ഒരു സാമൂഹ്യ നീതിയും ഇല്ല, ഒരു മെറിറ്റും ഇല്ല.
ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കോളേജ് തുറന്നു കൊടുത്തു, എഞ്ചിനീയറിംഗ് കോളേജ് തുറന്നു കൊടുത്തു, മെഡിക്കൽ കോളേജ് തുറന്നു കൊടുത്തു, ഒരു സാമൂഹ്യ നിയന്ത്രണവും ഇല്ലാതെ തുറന്നു കൊടുത്തു. ഞങ്ങളുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നപ്പോ സ്വാശ്രയ നിയമം ഇവിടെ കൊണ്ടുവന്നു, കടിഞ്ഞാണിട്ടു, സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവന്നു. അങ്ങനെ സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവന്ന് സ്വാശ്രയ സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരണ്ടേ? ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ സാമൂഹ്യ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ശരി, അതാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മൈതാന പ്രസംഗം നടത്താൻ അറിയാവുന്നവരാണ്. ഈ പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രസംഗം നടത്താൻ ഈ ചർച്ചയെ ആ തരത്തിലാക്കിക്കൊണ്ട് വരരുത്. ഇവിടെ രാഷ്ട്രീയം പറയാനല്ല വന്നിരിക്കുന്നതെന്ന് പറയുകയും ഈ മൈതാന പ്രസംഗം നടത്തുകയും ചെയ്താൽ എന്തുകൊണ്ടാണ് ജോർജ് സാർ പറഞ്ഞപ്പോൾ ഷിജു ഖാൻ അതിലൊരൽപ്പം രാഷ്ട്രീയം തോന്നി, അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് രാഷ്ട്രീയം പറയുന്നത്. അല്ല, ജോർജ് സാർ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. ആങ്കറായ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ജോർജ് സാറ് CPM വിരുദ്ധതയുടെയും ഇടതുപക്ഷ വിരുദ്ധതയുടെയും അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളാണ്. നിങ്ങൾ വിദ്യാഭ്യാസ വിചക്ഷണം എന്നല്ലേ അവതരിപ്പിക്കുന്നത്? കോൺഗ്രസിന്റെ നിലപാടുകൾ ദീർഘകാലമായി കേരളത്തിൽ അവതരിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ പാനൽ ഗസ്റ്റിന്റെ അധ്യാപകൻ കൂടിയായിരുന്നു, അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതിൽ ടെക്നിക്കലി തെറ്റുണ്ടെങ്കിൽ ഡോക്ടർ ഷിജു ഖാൻ അദ്ദേഹം പറഞ്ഞതിൽ ടെക്നിക്കലി തെറ്റുണ്ടെങ്കിൽ അത് തീർച്ചയായും താങ്കൾക്ക് പറയാം. പക്ഷേ നമ്മുടെ സർവകലാശാലകളിലെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് UDFന്റെ അനുകൂലിയാണ് ദീർഘകാലമായി. ശരി ശരി, പക്ഷേ ഡോക്ടർ ഷിജു ഖാൻ അദ്ദേഹം പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ടല്ലോ. ഇവിടുത്തെ സർവകലാശാലകളിലെ നിരവധി കോഴ്സുകളിലെ സീറ്റുകൾ മൈതാന പ്രസംഗം മോശപ്പെട്ട കാര്യമല്ല. ഇവിടെ സ്വകാര്യ സർവകലാശാലകളെ സംബന്ധിച്ച് ക്യാപ്സ്യൂളുമായിട്ട് വന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ അപലപനീയമായ ശ്രീ ജോർജ് സാറെ, ക്യാപ്സ്യൂൾ അല്ല സാറേ, ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് നൂറിലധികം ലേഖനങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ക്യാപ്സ്യൂൾ അല്ല. മലയാളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് മാതൃഭൂമിയിലും കേരള കൗമുദിയിലും ദേശാഭിമാനിയിലും അടക്കം നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാറേ. സാറ് 40 വർഷത്തിന്റെ അനുഭവം പറയുമ്പോ കുറഞ്ഞത് 10-20 വർഷക്കാലമായി ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരു എളിയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. അങ്ങ് 40 വർഷത്തിന്റെ മാഹാത്മ്യം പറഞ്ഞപ്പോ അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചും പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചും മനസ്സിലാക്കുന്ന ആള് തന്നെയാണ് സാറേ ഞാൻ. അതുകൊണ്ടാണ് ന്യൂസ് 8 എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ചത്. ഞാൻ ആക്ഷേപിച്ചില്ല. അങ്ങേ ആക്ഷേപിച്ചില്ല. പച്ചക്കള്ളമാണ്. അല്ല, അങ്ങ് 75% സീറ്റുകൾ കേരളത്തിലെ കോളേജുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞു. പച്ചക്കള്ളമല്ലേ? അവതാരകൻ ഇടപെട്ടോ? അവതാരകൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ചോദ്യം ചെയ്യണ്ടേ? 75% സീറ്റുകൾ കേരളത്തിലെ കോളേജുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ? യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദമടക്കം നേടിയത് എന്ന് പറഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് തന്നെ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. എത്ര സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നത് സാങ്കേതികമായും എനിക്കറിയില്ല. അദ്ദേഹം 75% എന്ന് പറയുമ്പോൾ പക്ഷേ കുട്ടികളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നതും കേരളത്തിലെ സർവകലാശാലകളിലെ പല കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾ കുറവാണ് എന്നുള്ളതും ഞാൻ പഠിച്ച വിദ്യാലയത്തിലടക്കം ഈ കുറവുണ്ട് എന്നുള്ളതും എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ കണക്ക് താങ്കൾ പറയുന്നത് പോലെ 75 ആണോ 65 ആണോ നിങ്ങൾക്ക് എങ്ങനെ ഉത്തമ ബോധ്യം ഉണ്ടാവും? ഞാൻ പഠിച്ച, അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഞാൻ പഠിച്ച കോളേജിന്റെ പേര് അടക്കം ഞാൻ പറയാത്ത കോളേജിനെ കുറിച്ച് പരാമർശിക്കേണ്ടതില്ല. പക്ഷേ പല കോഴ്സുകൾക്കും കുട്ടികളില്ല എന്നുള്ളത് വസ്തുതയല്ലേ? അല്ലെങ്കിൽ ഡെസ്ക് ചീഫിനോട് പറ, നിങ്ങളുടെ കണക്ക് കാണിക്കാതെ നിങ്ങളുടെ ഉത്തമ ബോധ്യം എങ്ങനെ ശരിയാകും? 75% സീറ്റുകൾ കേരളത്തിലെ കോളേജുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് ഒരാൾ വന്ന് പച്ചക്കള്ളം പറയുമ്പോൾ നിങ്ങൾ അതിനടിയിൽ ശരിയാണെന്ന് പറയണം. അതെങ്ങനെ ശരിയാകും? അതിന് കഴിയും. കേരളത്തിലെ കണക്ക് പരിശോധിക്കണം. അതെ, അതാണ് ഞാനും പറഞ്ഞത്. അതാണ് കേരളത്തിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞത് എന്താ,
ജോർജ് സാറിന്റെ കണക്കാണ് പറയുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പോസ്റ്റ് ഡോക്ടറിൽ ചങ്ങാതി, ഞാൻ പറഞ്ഞത് അതെന്തുകൊണ്ടാ? അത് ഇവിടുത്തെ വിദ്യാഭ്യാസം മോശമായതുകൊണ്ടല്ല. എനിക്കും നിങ്ങൾക്കും ഒരു സിറ്റുവേഷനിൽ മത്സരിക്കാനുള്ള മത്സരക്ഷമത നിഗമനം തെറ്റാണ്. ഇവിടെ നിന്ന് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ JNUവിലേക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. താങ്കൾ പറഞ്ഞല്ലോ 15 ലക്ഷത്തിന്റെ ഒരു കണക്ക്. ചോദ്യം എന്റെ ഉത്തരം കേരളത്തിന് പുറത്ത് നിന്ന് പോകുന്നവർ ഇതുപോലെ തന്നെ പഠിച്ചിട്ട് പോകുന്നവരല്ലേ? അപ്പൊ അവിടെയും മികവുള്ള വിദ്യാഭ്യാസം തന്നെയല്ലേ നടക്കുന്നത്? അതുകൊണ്ടല്ലേ അവർക്കും പോകാൻ സാധിക്കുന്നത്. ദയവിത് കേൾക്കൂ, നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടാൽ മനസ്സിലാകില്ല. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ തെറ്റായ വിവരങ്ങൾ പറയുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒഴുക്കാണെന്നൊക്കെ കള്ള പ്രചരണം ഇവിടെ പലരും അടിച്ചുവിടുന്നുണ്ടല്ലോ, ഒഴുക്കാണെന്ന്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേർ വിദേശത്തേക്ക് പോകും. കേരളത്തിൽ നിന്നും കേരളത്തിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ടല്ലോ, യമനിൽ നിന്ന് വരുന്നുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ടല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ പറയാം, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു. അതെന്തുകൊണ്ടാ? അതൊരു ഇന്റർനാഷണൽ സാഹചര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇതൊന്നും ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? സമയം അനുവദിച്ചേ പറ്റൂ.